Hey guys! Hey guys! Welcome back to my channel. അപ്പോൾ ഗൈസ് നമുക്ക് ഇന്നൊരു റിസപ്ഷൻ ഉണ്ട്. എൻ്റെ ഒരു സീനിയറിൻ്റെ ബ്രദറിൻ്റെ ആണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി പോവാണ്. ഞാൻ റെഡിയായി, മേനു റെഡി ആയിട്ടില്ല. മേനുവിന് വിശക്കണമുണ്ട്. രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ജസ്റ്റ് ഒരു ലൈറ്റായിട്ട് നമ്മൾ ഫംഗ്ഷന് പോവല്ലേ, അപ്പോൾ കഴിക്കാനുള്ളതല്ലേ. സോ നമുക്കതിന് മുന്നേ ഒന്ന് ഷോപ്പിലൊക്കെ കയറാണ്ട് നമുക്കതൊക്കെ കയറിയിട്ട് ഫംഗ്ഷന് പോകുന്നതൊക്കെ കാണാം അല്ലേ. യാ, ബേബീനെ ഇവിടെ റെഡിയാക്കി കിടത്തിയിട്ടുണ്ട്. എന്താ സാധനം? എന്താ പറയാ, സിരിച്ചിക്കറി. ഇല്ല ഞാൻ അങ്ങനല്ല, ഞാൻ നല്ലോണം തിന്നും. അപ്പോൾ ഡ്രസ്സ് മേടിക്കാനായിട്ട് സഫു അവിടെ സ്ഥലം വേണ്ടല്ലേ, ഷോപ്പിലെത്തിയിട്ടുണ്ട് ഗൈസ്. നോക്കിയ എന്ത് ക്യൂട്ടാണ്, നോക്കിയ മാഷാ അല്ലാഹ്. വാവ്, അമ്മ രാജകുമാരി, എൻ്റെ രാജകുമാരി. അപ്പോൾ ഗൈസ് നമ്മൾ ഷോപ്പിൽ കയറിയിട്ട് ഇറങ്ങി. ബിക്കോസ് മേനുവിന് ഷർട്ട് ഉണ്ട്, അതിന് മാച്ച് ആയിട്ടുള്ള പാൻറ് ഇല്ല. സോ നമുക്ക് ജസ്റ്റ് പാൻറ് നോക്കി. അപ്പോൾ എനിക്കൊരു ഹാൻഡ് ബാഗ് കാണിച്ചു മേനു, എൻ്റെ ബാക്കിൽ. ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ മേനു ജീപ്പേ നമ്മൾ അവിടുന്ന് നോക്കിയൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് വേറെ കടയിൽ നിന്ന് പാൻറ് വാങ്ങി. തിരികെ അപ്പോൾ ഒരു ബാഗ് വാങ്ങിച്ചു അവിടെ നിന്ന്. ഓക്കെ, ഈ കൊച്ചിൻ്റെ സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഒരു ബാഗ്, AC ഇട്ടേ ചൂടെടുക്കണം. ഒരു ആന ബാഗിൽ ഞാനെല്ലാം കുത്തിക്കയറ്റാണ് വരാറ്. അപ്പോൾ ഞാൻ ബാഗ് വാങ്ങിച്ചു. ഞാൻ മീഷോയിൽ കുറേ നോക്കിയിട്ടുണ്ട്. ഞാൻ മീഷോ നോക്കിയത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയി. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ബാഗ് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. അങ്ങനെ ഇപ്പം ഇത്ര നേരം ഉറങ്ങണ്ട്. ആശാൻ അവിടെ എത്തുമ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. നോക്കാം നമുക്ക്. അങ്ങനെ അപ്പോൾ ഇവിടെ നമ്മുടെ ആലുവ ശിവരാത്രി, ഇവിടെ എന്താണെന്നറിയോ, കർക്കിടക വാവിൻ്റെ ഷോപ്പുകളാണ്. ഞാൻ ഇവിടെ ഇങ്ങനത്തെ കടകൾ വരുമ്പോൾ ഇവിടെ ഒന്നെങ്കിൽ മണപ്പുറം, അതായത് ശിവരാത്രിയുടെ ഇത് വന്നിട്ടുണ്ടാവും ഒന്നെങ്കിൽ, അതുകൊണ്ട് ഇവിടെ ഷോപ്പുകൾ വരാറ്. അപ്പം ഞാൻ ഈ അടുത്ത് അറിഞ്ഞ കർക്കിടക വാവിൻ്റെ ഇതാണ്. അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പം നമുക്ക് റിസപ്ഷന് പോകുമ്പോൾ ഫുഡ് കഴിക്കണം, അതാ മെയിൻ. അവർക്കൊക്കെ പിന്നെ എന്നെ കാണാൻ വേണ്ടിയിട്ടാണ്, അവൾക്ക് എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വലിയ ബിസി എന്നൊക്കെ പരാതി. അപ്പം നമ്മൾ ആ പരാതി അങ്ങോട്ട് തീർത്തു കൊടുക്കണം. നമ്മൾ വലിയ ജാടല്ലാന്ന് കാണിച്ചു കൊടുക്കണം അല്ലേ. അല്ല, അത് നമ്മൾ അടുത്തറിയണവർക്കല്ലേ അറിയുള്ളൂ. എന്റെ ഫോണിൽ കുറെ പേര് ജാടാന്ന് വിചാരിച്ചവര് നേരിട്ട് മിണ്ടിയവരൊക്കെ പറയൂ, ഓ ഇത്ര പാവമായിരുന്നോ, ഓ ഇത്ര കമ്പനി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ SP അടിക്കണല്ല, അങ്ങനെ പറയൂ. അങ്ങനെയൊക്കെ കാര്യങ്ങള്. പിന്നെന്താ, മേനു അങ്ങനെ തന്നെ. മേനുവിനെ ഈ പറയണവര് അടുത്തറിയണവർക്കേ മേനുവിനെ അറിയുള്ളൂ. അടുത്തറിയണവർ ഒരിക്കലും അങ്ങനെ പറയൂല. ഞാൻ പോലും ഇങ്ങനെ തല്ലുപിടിക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ പോലും മേനുവിനെ അടുത്തറിയണവരാരും ഒന്നും പറയൂല. ഞങ്ങൾ അങ്ങോട്ട് കൂടെ തല്ലുപിടിക്കും. അതിപ്പോൾ പാർട്ട്നേഴ്സ് ആരായാലും തല്ലുപിടിക്കുമല്ലോ മേനു. അന്നാ പട്ടി, ഹേ പട്ടി ഓ കറക്റ്റ് പേരോട് സംസാരിച്ച പട്ടി നടന്നോളൂ, സ്ലോ മോഷൻ കളിച്ചു പോണു പട്ടി. പുതിയ സിനിമ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടല്ല, സയ്യാരയോ ഹിന്ദിയിൽ. അത് കുറെ പേര് കണ്ടവരൊക്കെ നേരെ കുറെ പേര് കരഞ്ഞെന്നൊക്കെ പറഞ്ഞു കണ്ടിട്ട്. എനിക്ക് കാണണമെന്നുണ്ട്, പക്ഷെ ഈ പൊടിക്കുഞ്ഞായിട്ട് ഇപ്പൊ പോകാൻ പറ്റൂല. സയ്യാര ഏതൊരു ഹിന്ദി മൂവിയാ, ആരുടെയൊന്നും എനിക്കറിയില്ല. അപ്പൊ ഇവനിനി ഒരു 6-7 മാസമായിട്ട് സിനിമക്ക് പോകാൻ പറ്റുള്ളൂ. ഞാൻ പ്രഗ്നന്റ് ആയപ്പോ പോയിട്ടുണ്ട് കേട്ടോ, അതുവരെ അറിയും. മാർക്കോ ഒക്കെ കാണാൻ പോയത്, ഗർഭിണിയായിട്ട് മാർക്കോ കാണാൻ പോയി. അതിനകത്ത് ഗർഭിണീനെ ഒക്കെ ഇതാക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ കണ്ടോണ്ടിരിക്കണ്ടേ. ഇവൻ വയറ്റില്, ഇവരിരുന്ന് ഇടിയും കുത്തൊക്കെ വയറ്റില്. അപ്പോഴേ മനസ്സിലായി ആ കൊച്ചാന്ന് ഇടിച്ചോണ്ടിരിക്കുന്നപ്പോ.
അപ്പൊ നമുക്കിനി മേനു ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടില്ല, മേനൊരു പാന്റ് കിട്ടിയില്ലല്ലോ, അപ്പൊ രണ്ടും കൂടി അല്ല പുതിയ ഷർട്ട് ഇട്ടിട്ട് ചീന പാന്റ് അടിയിലിട്ട രസം ഉണ്ടാവോ? അതുകൊണ്ടല്ലേ പറഞ്ഞത് പാന്റ് വാങ്ങിച്ചിട്ട് പുതിയ ഡ്രസ്സ് ഇട്ടാൽ മതി. അതുകൊണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് മണ്ടപ്പ. യാ അപ്പൊ കാറിൽ നിന്ന് തന്നെ ഡ്രസ്സ് മാറ്റാം. മേനു പുട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കിനി കല്യാണ ഹോളിൽ എത്തിയിട്ട് കാണാം. എന്തോരൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, ഇവനെ എണീച്ചതിന് എന്താ അവസ്ഥ ഒന്നും അറിയില്ല. എന്നാലും നമുക്ക് പറ്റണ പോലെയൊക്കെ നമ്മൾ വീഡിയോ എടുക്കും. ഓക്കെ അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ഫുള്ളായില്ലേ പാന്റ് ഇടണേ. കാറിൽ നിന്നും ഡ്രസ്സ് മാറ്റി എനിക്ക് അടിക്കാൻ പറ്റില്ല. അവിടെ ഇരുന്നോട്ടെ, കത്രിക ഒന്നുമില്ല. ബ്ലാക്ക് ബ്ലാക്ക് ഈ മെസ്സേജ് ഒന്ന് മേളിൽ നിന്ന് കളയും, എനിക്ക് എന്നെ കാണാൻ പറ്റില്ല. ഓക്കെ അപ്പൊ ഗൈസ് നമ്മളെങ്ങനെ സഫു ഡ്രസ്സ് മാറിയപ്പോൾ എനർജി ആയത് അല്ല, ഡ്രസ്സ് മാറിയപ്പോൾ എനർജി ആയെന്നല്ല, എനിക്കൊന്നത് ഫുഡ് കഴിക്കാണ്ട് കഴിക്കുമ്പോൾ ഒരു ക്ഷീണം ഉണ്ടാവില്ല. ആ ക്ഷീണം ഉണ്ട്, നല്ലോണം ക്ഷീണം ഉണ്ട്. രാവിലെ മുതൽ ഒന്നും കഴിച്ചുള്ളൂ. ഇപ്പൊ കുറച്ചു നേരത്തെ ചായ മുട്ട പൊരിച്ചത്. കൈ വേദന എടുക്കണം, വ്ലോഗ് എടുക്കാൻ വേണം എനിക്ക്, കൈ വേദന. ഓക്കെ ഗൈസ് അപ്പൊ അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി. നമ്മള് മാച്ച് ആയിരുന്നോ ഇല്ലയോന്ന് അറിയില്ല. നമ്മള് മാച്ചായിന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഡ്രസ്സ് ഞാൻ ക്രീം പാൻറ്റും ക്രീമും ബ്ലാക്ക് വൈറ്റ് മിക്സ് ആയിട്ട് ഓളും. ഇത് സിൽവർ ഗോൾഡും ബ്ലാക്കും ആണ്. അപ്പം നമുക്ക് എന്തായാലും കല്യാണത്തിന് എൻട്രി ആയി നോക്കാം ഇൻഷാ അല്ലാ. ഇവിടെ ഫ്രണ്ടിന്റെ ബ്രദറെ കല്യാണമാണ്. സീനിയർ ആണെങ്കിൽ ഫ്രണ്ട് ആയില്ലേ. അപ്പൊ ഇന്നലെ ഇന്നലെ മിനിയാന്ന് മുതലേ മിനിയാന്നല്ല അതിനിപ്പെട്ട ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടായി. അപ്പൊ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഏതെങ്കിലും ഡേറ്റ് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ടോ ഇല്ലയോ. കാരണം ഇവിടെ ഫ്രീ ടൈം എന്താ പറയാ എന്തെങ്കിലും ഷൂട്ടോ കാര്യമോ പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം ചില ദിവസം. അപ്പൊ എന്തോ ഭാഗ്യത്തിന് ഇന്ന് ഫുള്ളും ഇന്നലെ പരിപാടി കഴിഞ്ഞ് ഇന്നലെ ഞാൻ കൊല്ലത്തായിരുന്നു. ഇന്നലെ പരിപാടി കഴിഞ്ഞ് ഇന്നലെ ഞാൻ കൊല്ലം പോകാനുണ്ടായി, ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാത്രി എത്തിയിട്ട് കടന്നുറങ്ങി. രാവിലെ ഒരു 6 മണി 5 മണിയാകുമ്പോഴത്തേക്കും കടന്നുറങ്ങി. ഉച്ചക്ക് എണീച്ച് കഴിഞ്ഞതിന് ശേഷം അതില് കുറച്ച് സമയം ഇങ്ങനെ നിന്ന് ഫുഡ് കഴിക്കാൻ പോകാൻ മടിയായിരുന്നു. അങ്ങനെ ഭയങ്കര മടി പിടിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല. അങ്ങനെ വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ പാട് ഞാൻ എന്താക്കി പിന്നെ വെറുതെ ഇങ്ങനെ കടന്നതിലെ റീൽസും കണ്ട് കടന്നപ്പോ ഉറക്കം വന്നു. പിന്നെ ഉറങ്ങി എണീച്ചപ്പോ സഫ വിളിച്ച് വൈകുന്നേരം വിളിച്ചിട്ടുണ്ട്. വൈകുന്നേരം വിളിച്ചു പറഞ്ഞു എനിക്ക് ഇന്നാണ് കറക്റ്റ് അറിയില്ല. ഞാൻ ഇന്ന് ഡേറ്റ് വെറുതെ നോക്കിയപ്പോ 27 ഡേറ്റിൽ എന്തോ ഉണ്ടല്ലോ. അപ്പഴാ ഞാൻ കല്യാണത്തിന് ആരും എടുത്തത്. എന്നിട്ട് ഞാൻ അവിടെ വോയിസ് ഒക്കെ പോയി നോക്കി കേട്ടോക്കി ഇന്ന് തന്നെയാണോന്ന്. എന്നിട്ട് അങ്ങനെ കൺഫേം ആക്കി. അപ്പൊ തന്നെ മേനു വിളിച്ചിട്ട് മേനു ഇന്നല്ല പരിപാടി പോണ്ടേ. മേനു പറഞ്ഞാ നിനക്ക് പോകണമെങ്കിൽ പോവാം എന്ന് പറഞ്ഞ. ഞാൻ പറഞ്ഞാ പോണം, വിളിച്ചതല്ല അത്രയും വിളിക്കണ്ട. അപ്പൊ നമ്മള് എങ്ങനെ പോയിട്ട് അവിടെ എത്തിയിട്ട് കാണാം. ബൈ. കേക്കൂല മോളെ. അപ്പൊ ഗൈസ് ഇതാണ് എന്റെ സീനിയർ എന്ന് പറഞ്ഞത്. അപ്പൊ അവളുടെ ഇക്കാക്കയുടെ കല്യാണമാണ്. കൊച്ചു കൊറേ നേരമായി കരയണേ. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. ബാ ബാ. അവളുടെ മൂത്തതാട്ടാ ഇളയത്. അപ്പൊ നമ്മൾ എന്തായാലും ഇറങ്ങാൻ പോണേ. ഓക്കെ എന്റെ കൊച്ചും കരച്ചിലായി. അപ്പൊ നമുക്ക് പോവാം.
Ta-da!